എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉമാദേവി. എല്ലാവർക്കും എൻ്റെ ചാനൽ ഉമാമഹേശ്വരത്തിലേക്ക് സ്വാഗതം. ഹരേ ഗുരുവായൂരപ്പ, നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഇന്ന് ഞാൻ ഹരിനാമ കീർത്തനത്തിലെ 28ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പാശവും വടിയുമായിക്കൊണ്ട അജാമിളനെ മുപ്പാടു ചെന്നു കയറിട്ടോരു കിങ്കരരെ മുൽപ്പുക്കു ചെന്നതാ തടുത്തോരു നാൽവരെയും ഇപ്പോഴെ നൗമി ഹരി നാരായണായ നമ. അജാമിളൻ എന്ന ബ്രാഹ്മണനെ യമപാശവും വടിയും കയ്യിലേന്തി ആദ്യം ചെന്ന് വരഞ്ഞു കെട്ടാൻ ഭാവിച്ച യമദൂതന്മാരെ കണ്ട് പിന്നീട് ചെന്ന് തടുത്ത 4 വിഷ്ണുദൂതന്മാർ, അവർ വിഷ്ണു തുല്യരായ അവരുടെ രൂപം സ്മരിച്ചുകൊണ്ട് ഞാൻ കുമ്പിടുന്നു. നാരായണനായിക്കൊണ്ട് നമസ്കാരം. ഇതാണ് ഈ വരികളിലെ അർത്ഥം. ഇവിടെ ഭഗവാൻ ഓരോരോ ഭക്തന്മാരെ പരീക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള ഓരോരോ സംഭവങ്ങളെ കുറിച്ചാണ് ഇവിടെ ആചാര്യൻ പറയുന്നത്. ഇത് ഇവിടെ അജാമിളൻ എന്ന ഒരു ഭക്തന്റെ കഥയാണ് ഇവിടെ പറയുന്നത്. ഇതെല്ലാം എവിടെ നിന്നുള്ള കഥകളാണെന്ന് അറിയാമല്ലോ, നമ്മുടെ ഭാഗവതത്തിലെ കഥകളാണ്. ഭാഗവതം 6ാം സ്കന്ധത്തിൽ 1ാം അധ്യായത്തിലാണ് അജാമിള കഥ തുടങ്ങുന്നത്. അതായത് ഈ ഭാഗവതം എല്ലാവർക്കും അറിയാം എന്താണ് അതിൻ്റെ സാരാംശം എന്ന്. കാരണം അതിലെ പരീക്ഷിത്ത് മഹാരാജാവ് ശുഖബ്രഹ്മർഷിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. 7 ദിവസത്തെ അവസരമേ ഇനും പരീക്ഷിത്ത് മഹാരാജാവിന് ജീവിതത്തിലുള്ളൂ. പാമ്പിൻ്റെ തക്ഷകന്റെ കടിയേറ്റ് മരിക്കണമെന്നാണല്ലോ ശാപം. അതിനെ തുടർന്ന് ഗംഗാ തീരത്ത് ആശ്രമമെല്ലാം കെട്ടി അവിടെ ഇങ്ങനെ പരീക്ഷിത്ത് മഹാരാജാവ് ഇതെല്ലാം മറക്കാനായിട്ട് പാപഭാരങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് സുഖബ്രഹ്മർഷിയോട് ഓരോരോ ചോദ്യങ്ങളും സംശയങ്ങളും തീർക്കുന്ന ആ കഥയാണ് ഇതിൽ പറയുന്നത്. അതിൽ ഭാഗവത 6ാം സ്കന്ധത്തിലാണ് 1ാം അധ്യായത്തിൽ. അതായത് പാപത്തിന് പ്രായശ്ചിത്തം ചെയ്തിട്ട് അതേ പാപം തന്നെ വീണ്ടും തുടരുന്നയാൾക്ക് പ്രായശ്ചിത്തം കൊണ്ട് ഫലം ഉണ്ടാകുന്നില്ല. അതാണ് നമ്മൾ ഒരു പ്രാവശ്യം ഒരു കുറ്റം ചെയ്തിട്ട് നമ്മൾ അത് പ്രായശ്ചിത്തം ചെയ്യും. എന്നിട്ട് വീണ്ടും നമ്മൾ ആ കുറ്റം ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിനൊരു ഫലമില്ല. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്ത് തെറ്റ് ചെയ്തിട്ട് കുമ്പസരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തെറ്റ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മൾ ഭഗവാനോട് മാപ്പ് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറ്റം ചെയ്യാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നുള്ള ബോധം, തെറ്റ് ചെയ്ത ആളെന്നുള്ളൊരു ബോധം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ മുമ്പിൽ സാഷ്ടാംഗ അപരാധം സമർപ്പിച്ച് നമ്മൾ ഇനി ചെയ്യില്ല, ഇനിമേലിൽ നമ്മൾ അതുകൊണ്ട് ചെയ്യിക്കരുതേ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യില്ല എന്നുള്ള ഒരു ശപഥമാണ് പ്രായശ്ചിത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യാനായിട്ടല്ല. അപ്പോൾ ഇവിടെ പറയുന്നത് പരീക്ഷിത്ത് സംശയം ഉന്നയിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. ഇങ്ങനെ പ്രായശ്ചിത്തം ചെയ്തിട്ട്, ഒരു പാപത്തിന് പ്രായശ്ചിത്തം ചെയ്തിട്ട് അതേ പാപം വീണ്ടും തുടരുന്നയാൾക്ക് പ്രായശ്ചിത്തം കൊണ്ട് ഫലം ഉണ്ടാകുന്നില്ലല്ലോ. ഈ സംശയം പരീക്ഷിത്ത് ശുഖബ്രഹ്മർഷിയോട് ചോദിക്കുന്നുണ്ട്. കർമ്മത്തെ കർമ്മം കൊണ്ട് എന്നേക്കുമായി ഒതുക്കി തീർക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഒരു കർമ്മത്തിന് പ്രതിവിധിയായിട്ട് മറ്റൊരു കർമ്മം ശരിയാവില്ല ഒരിക്കലും എന്നാണ് ഇവിടെ പറയുന്നത്. അത് അജ്ഞന്റെ സംതൃപ്തിക്കാണ് പ്രായശ്ചിത്ത വിധികൾ. ഈ പ്രായശ്ചിത്തത്തിൽ ഒരു കാര്യവുമില്ല. കാരണം പ്രായശ്ചിത്തം ചെയ്തിട്ട് നമ്മൾ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ ആ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞ സമ്പ്രദായത്തിന് യാതൊരുവിധ വാല്യൂ ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഒരിക്കലെങ്കിലും നാരായണ നാമം ജപിക്കുന്ന ഒരു ഭക്തനെ ഒരിക്കലും യമഭടന്മാരുടെ മുമ്പിൽ കീഴടങ്ങേണ്ടി വരില്ല എന്നുള്ളതാണ് സത്യം. അതായത് യമദൂതന്മാർ പാശത്താൽ ബന്ധിക്കുമ്പോൾ വിഷ്ണു ദൂതന്മാർ അവിടെ വരും. കാരണം വിഷ്ണു ഭക്തരെ ഒരിക്കലും കാലന്റെ പാശം അല്ലെങ്കിൽ കാലകിങ്കരന്മാരുടെ പാശത്താൽ ഒരിക്കലും മരണം സംഭവിക്കുകയില്ല എന്നാണ് ഇവിടെ ആചാര്യൻ ഇതിലൂടെ നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ശുഗൻ പരീക്ഷത്തിന്റെ സംശയം ഇങ്ങനെ നിവർത്തിപ്പിച്ച ശേഷം ദൃഷ്ടാന്തമായി പറയുന്നതാണ് കഥ. അതായത് ഒരു ഉദാഹരണം പറയുമല്ലോ നമ്മൾ, ഈ പ്രായശ്ചിത്തവും പാപവും എന്തൊക്കെയാണെന്നൊക്കെ വ്യക്തമായി നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്ന കഥയാണ് ഇവിടെ അജാമിള. അത് ഭാഗവതത്തിലാണ്. അതാണ് ഞാൻ പറഞ്ഞ ഹരിനാമ കീർത്തനം നമ്മൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഭാഗവതത്തിലെ ഇനി അങ്ങോട്ട് പോകുന്ന ഓരോ ശ്ലോകങ്ങളിലും ഭഗവാന്റെ ഭക്തന്മാരോടുള്ള പരീക്ഷണമാണ്. അപ്പോൾ അതെല്ലാം ഈ ഭാഗവത കഥയിലാണ് ഉള്ളത്, അത്രയും കംപ്ലീറ്റും. അപ്പം ഭാഗവതം എഴുതിയിട്ടുള്ള ആളാണ് നമ്മുടെ എഴുത്തച്ഛൻ. അപ്പം അദ്ദേഹം ഈ ഓരോ ശ്ലോകങ്ങളെ ആ ഭാഗവതത്തിലെ കഥകളുമായിട്ട് ഓരോരോ കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കി വസ്തുബോധം വ്യക്തമാക്കി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്
ആചാര്യൻ ഇങ്ങനെ ഓരോരോ കഥകൾ അതിൽ നിന്ന് എടുത്തിട്ട് ഈ പദ്യവുമായിട്ട് നമുക്ക് ശ്ലോകവുമായിട്ട് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഈ അജാമിളന്റെ കഥ പറയുകയാണ്. ഈ അജാമിളൻ എന്ന് പറഞ്ഞത് കന്യാകുബ്ജത്തിലെ ഒരു ബ്രാഹ്മണനായിരുന്നു. ബ്രാഹ്മണ ആചാരമെല്ലാം വെടിഞ്ഞ്, അതായത് ബ്രാഹ്മണർക്ക് ഒരു ഇതുണ്ടല്ലോ, ഗായത്രിയും ഇതൊക്കെ പറഞ്ഞ് ജപിച്ച് നന്നായിട്ട് ബ്രഹ്മജ്ഞാനമുള്ളവരാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നു. അപ്പൊ ഈശ്വര സേവകളും മറ്റു കാര്യങ്ങളും പൂജകളും ചെയ്തുകൊണ്ടിരുന്ന ഒരു നല്ലൊരു ഭക്തനായിരുന്നു അജാമിളൻ. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് കാമമോഹമൊക്കെ ഉണ്ടായി. ഈ മോഹത്തിൽ പെട്ടുപോയി. മോഹത്തിൽ വെച്ചാൽ സ്ത്രീ സഹജമായ സ്ത്രീയോടുള്ള ഭ്രമം. അങ്ങനെ എന്തായി, അദ്ദേഹം ഒരു ദാസിയെ വേളി കഴിച്ചു. അപ്പൊ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാം വിട്ടിട്ട് അങ്ങയുടെ തുച്ഛമായ ആ മോഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ദാസിയെ, അങ്ങർക്ക് യോജിക്കാത്ത ഒരാളാണ്. ദാസി എന്ന് പറയുമ്പോൾ ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ അവരുടെ സമുദായവും കുടുംബമൊക്കെ നോക്കി നന്നായി ജീവിക്കുന്ന ഒരു ജീവിത ഭദ്രതയാണ് അവർക്കുള്ളത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ മോഹം കാരണം ഒരു ദാസിയെ വേളി കഴിച്ചു. ഭഗവാനെ മറന്ന് ദുർവാസനകളിൽ എന്തായി മുഴുകിക്കഴിഞ്ഞ് അയാൾക്ക് 10 പുത്രന്മാരും ഉണ്ടായി. അതായത് ഇങ്ങനെ മോഹം ഉണ്ടാകുമ്പോൾ നമ്മുടെ നാമജപവും സ്മരണയും നമ്മുടെ ഈശ്വര വിചാരമൊക്കെ അങ്ങ് പോകും. അതാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ മോഹത്തിൽ പെടാതിരിക്കാനാണ് സദാ മരണകാലം വരെ നമ്മുടെ നാവില് ഹരിനാമം ഉണ്ടാവണേ എന്ന് ആചാര്യൻ മുമ്പുള്ള ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അതിന് നമുക്ക് ഗുരു കടാക്ഷം വേണം, അല്ലെ, ബ്രാഹ്മണരുടെ അനുഗ്രഹം വേണം, ഈശ്വര കടാക്ഷം വേണം, ഇതൊക്കെ വേണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കടാക്ഷങ്ങൾ നമുക്ക് നിൽക്കണമെങ്കിൽ നമുക്കിവിടെ ഓരോ ചര്യകളുണ്ട്, അല്ലെങ്കിൽ ഒരു ഉപാസനകളുണ്ട്, അല്ലെങ്കിൽ ഒരു തപസ് പോലെ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതിൽ നിന്ന് നമ്മുടെ മനസ്സ് മാറാതിരിക്കാൻ നമുക്ക് സ്ഥിരമായ ഒരു സാധന ഉണ്ടായിരിക്കണം. അപ്പൊ ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് അജാമിളൻ. അദ്ദേഹത്തിന്റെ മോഹത്താല് അദ്ദേഹത്തിന് സ്ത്രീയോടുള്ള അല്ലെങ്കിൽ മോഹത്താല് അദ്ദേഹത്തിന് യോജിക്കാത്ത ഒരു ദാസിയെ വേളി കഴിച്ചു. അങ്ങനെ എല്ലാം മറന്ന് ഭഗവാനെയൊക്കെ മറന്ന് 10 പുത്രന്മാരും ഉണ്ടായി. അപ്പോ പിതാവിന്റെ ഏറ്റവും വത്സലനായ ഇളയ പുത്രന്റെ പേര് നാരായണൻ എന്നായിരുന്നു. അപ്പോൾ നാരായണൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും ഇളയ മകന്റെ പേര്. ആ കുട്ടിയോട് കൂടുതൽ വാത്സല്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. മരണസമയം സമാഗതമായി. പിതാവിന്റെ ചിന്ത മുഴുവൻ ഇളയ മകനായ നാരായണനിലായിരുന്നു. അതാണ് ഏറ്റവും ഇളയ കുട്ടിയാണ്. അപ്പൊ അതിന്റെ ഭാവിയെ കുറിച്ച് എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ വരയ്ക്കാനും പ്രായമൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് ഇതിന്റെ ഇളയ കുട്ടിയുടെ കാര്യം എന്താവും, അതിന്റെ കാര്യങ്ങളൊന്നും മറ്റുള്ളവരൊക്കെ പോയതുകൊണ്ടൊക്കെ ആയി കഴിഞ്ഞു. അപ്പൊ ഇനി ഇളയ കുട്ടിയുടെ കാര്യം എന്താവും എന്നുള്ള അവസാനത്തെ കുട്ടിയുടെ കാര്യത്തെ കുറിച്ച് എല്ലാ മാതാപിതാക്കൾക്കും ഒരു സന്ദേഹങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ സ്വാഭാവികമായിട്ട് അജാമിളനും ആ ഒരു സന്ദേഹം ഉണ്ടായി. അപ്പൊ ചിന്ത മുഴുവൻ ഇളയ മകനായി നാരായണനിലായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് മരണം സമയം അടുത്തു. അങ്ങനെ ഓരോ രൂപികളും പാശഹസ്തരുമായ 3 പേർ അജാമിളനെ സമീപിച്ച് പാശമെറിഞ്ഞ് കെട്ടാൻ ആരംഭിച്ചു. അപ്പോഴേക്കും ആ ബ്രാഹ്മണൻ അങ്ങ് അകലെ കളിച്ചുകൊണ്ടിരുന്ന നാരായണനെ ഇടറുന്ന സ്വരത്തിൽ ഉച്ചത്തിൽ വിളിച്ചു. മനസ്സിലാക്കണം, മരിക്കാൻ പോകുന്നയാൾ ഭഗവൻ നാമം ഉച്ചരിക്കുന്നത് കേട്ട് 4 വിഷ്ണുദൂതന്മാർ പെട്ടെന്ന് അവിടെ ആവിർഭവിച്ചു. അപ്പൊ നാരായണ ജപം കേട്ട ഉടൻ അവിടെ വിഷ്ണുദൂതന്മാർ വരും. വിഷ്ണുദൂതന്മാർ വിഷ്ണു ഭഗവാൻ തന്നെയാണ് അയക്കുന്നത്. അവർ വന്ന് ഈ യമഭടന്മാരെ തടഞ്ഞു. അങ്ങനെ യമഭടന്മാർക്ക് ധർമ്മം എന്തെന്നറിയാനേ പാടില്ലെന്ന് പറഞ്ഞ് നിന്ദിച്ചു, അവരെ ആട്ടിപ്പായിച്ചു. ധർമ്മസാരം എന്തെന്നവർ ഇങ്ങനെ പ്രഖ്യാപിച്ചു. അതായത് നമ്മള് ഭഗവാനെ ഒരു പ്രാവശ്യം സ്നേഹത്തിലോ ദുഃഖത്തിലോ കോപത്തിലോ സങ്കടത്തിലോ വൈരാഗ്യത്തിലോ ആരാണോ വിളിക്കുന്നത്, ഭഗവാൻ എന്ന് പറയുന്ന സമസ്തവും ഒരുപോലെയുള്ള ആളാണ്. അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ചായിരിക്കും അവർക്ക് വരുന്ന അവസാന അന്ത്യഘട്ടങ്ങൾ. അപ്പോ ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാനെ മനസ്സറിഞ്ഞ് വിളിച്ചിട്ടുള്ള ഒരാളെ ഭഗവാൻ കൈവിടില്ല എന്നാണ്. എത്രത്തോളം സ്നേഹവും കാരുണ്യവും ഒക്കെ ഉള്ള ഒരു ഭഗവാനാണ് നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ എന്ന് നമ്മളൊന്ന് ഓർത്തു നോക്കിയേ. സാധാരണ ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മളെ കംസൻ എന്ന് പറയുന്ന ആ ദുഷ്ടനാണെങ്കിൽ സദാ നേരവും കൃഷ്ണൻ എന്തായിരുന്നു, പിടിക്കണം കൊല്ലണം അങ്ങനെയുള്ള വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ശിശുപാലനാണെങ്കിലോ കുശുമ്പ് കൊണ്ട് അങ്ങനെയായിരുന്നു. പിന്നെ ഓരോരുത്തരും ഓരോ രീതിയിൽ ഭഗവാൻ എന്ത് ചെയ്തു, നാമങ്ങൾ ഉച്ചരിച്ചു. കാരണം കോപത്തിലായാലും ദേഷ്യത്തിലായാലും ഒരു തവണയെങ്കിലും ഭഗവാനെ സ്മരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്താണ് വിഷ്ണു ലോകം എപ്പോഴും എന്നാണ് പറയുന്നത്. അപ്പൊ അതിനുള്ളതായ മാറ്റങ്ങൾ അവർക്ക് അതിൽ നിന്നും ഉണ്ടാകും. ഭഗവാന്റെ അനുഗ്രഹം കിട്ടിക്കഴിയുന്ന ഏതൊരു ഭക്തനും ആ അവസ്ഥയിൽ എത്താനുള്ള ഒരു ഭാഗ്യം കൂടി അതിൽ നിന്ന് നേടും എന്നുള്ളതാണ് ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ പരീക്ഷണം നടന്നപ്പോ അജാമിളന്റെ മോഹം കാരണം അദ്ദേഹം നാടും സ്വന്തവും കർമ്മവും കുടുംബവും കുലവും എല്ലാം മറന്ന് മോഹത്തിലേക്ക് വീണു. ഇതാണ് ഈ മോഹം എന്ന് പറയുന്നത്. ഈ മോഹം നമ്മളെ വല്ലാതെ ഒരു പടുകുഴിയിലേ കൊണ്ടിടത്തുള്ളൂ. നമുക്കുണ്ടായിരുന്ന എല്ലാ സൽഗുണങ്ങളും അതിൽ നിന്ന് പോകും. അപ്പൊ നമ്മൾ സാധാരണ നമുക്ക് പറയുന്നുണ്ട് പുരുഷാർത്ഥങ്ങളെല്ലാം വേണമെന്ന്, ധർമാർത്ഥ കാമ മോക്ഷങ്ങളെല്ലാം കടന്നാണ് നമ്മൾ എവിടെ എത്തുന്നത്, നമ്മുടെ മോക്ഷമാർഗത്തിലേക്ക് സാധാരണ മനുഷ്യന് പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെ പോണം. അപ്പൊ ഈ തരവും തണ്ടിയും കേട്ടിട്ട് ഒരു ദാസിയൊക്കെ വിവാഹം കഴിക്കുമ്പോൾ അവരുടെ പ്രകൃതത്തിനനുസരിച്ച് ആ ആള് മാറേണ്ടി വരും. അപ്പൊ ആ ആളിനുണ്ടായിരുന്ന ഗുണം എന്ന് വെച്ചാല് പൂർവ്വസ്മരണ. അതായത് ആദ്യ കാലങ്ങളിൽ അദ്ദേഹം ചെയ്ത, അതാണ് ഇവിടെ പറഞ്ഞ, ഒരു പ്രാവശ്യമെങ്കിലും ഹരിനാരായണ എന്നുള്ള നാമം ജപിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭഗവാന്റെ സവിധത്തിലാണ് മോക്ഷം എന്ന് പറയുന്നതിന്റെ ഉദാഹരണം പറയാം. അപ്പൊ അജാമിളൻ ഇവിടെ പൂർവ്വകാല സ്മരണ. അപ്പൊ അതുകൊണ്ടാണ് ആ നാരായണ എന്ന് വിളിക്കാനും ആ കുട്ടിക്ക് ആ പേരങ്ങനെ വരാനും നാരായണ എന്ന് വിളിക്കാനും ഒക്കെ ഉള്ളൊരു അവസരമുണ്ട്. കാരണം അദ്ദേഹം മുൻ കാലത്ത് ജീവിതത്തിന്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ ഈശ്വര സേവയും ഈശ്വര സ്മരണയും നല്ലൊരു ഭക്തനുമായി മാറുന്നു. എന്തുകൊണ്ട്? ഭഗവാന് കൈവിടിയാൻ കഴിയില്ല. അപ്പൊ നമ്മളെ എങ്ങോട്ടൊക്കെ വലഞ്ഞ് ഭക്തരൊക്കെ ആയിട്ട് നമ്മൾ പരിധി വിട്ട് നമ്മൾ BSNL ആയിട്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ പോയാലും അവസാനം ഭഗവാൻ പതിയെ നമ്മെ പിടിച്ചെടുക്കും. ഭഗവാൻ ഒരു പ്രാവശ്യം ഭഗവാൻ മുമ്പിൽ നമ്മൾ നാമം ജപിച്ച് കീഴടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഭഗവാൻ നമ്മെ വിടില്ല എന്ന് ഓരോ ഭക്തരായിട്ടുള്ളവരും മനസ്സിലാക്കണം. ഭക്തരാണെങ്കിൽ നമുക്ക് മറ്റു കർമ്മങ്ങളിൽ പോവേണ്ടി വന്നാൽ പോലും ഭഗവാൻ നമ്മെ എന്തിയാകില്ല, വിടത്തില്ല. നമ്മളെ തിരിച്ച് ആ പദവിയിലേക്ക് നമ്മളെ കൊണ്ടുവരും. അങ്ങനെയുള്ള ഭഗവാനാണ് നമ്മുടെ ഹരിനാരായണ ശ്രീ സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഇവിടെ പറയുന്നു. പിന്നെ നാമോച്ചാരണം പോലെയല്ലേ നാരായണ നാരായണ എന്ന് വിളിച്ചാല് അവിടെ യമഭടന്മാർ വരില്ല എന്ന് എല്ലാവരും കരുതിക്കൊള്ളുക. അപ്പൊ ആ തരത്തിലുള്ള ഒരു മരണം നമുക്ക് കിട്ടില്ല. നമ്മൾ ഏതെങ്കിലും കാലത്താലോ ദുഃഖത്താലോ സങ്കടത്താലോ നമ്മുടെ ജീവിതം ഒന്ന് വഴിവിട്ട് പോയാൽ പോലും നമ്മൾ ആ നാരായണ നാമം എന്ന് ഉച്ചരിക്കുന്നു, എന്ന് നമ്മൾ ആ നാരായണനിലേക്ക് നമ്മുടെ മനസ്സ് വരുന്നു, നാവ് കൊണ്ടെങ്കിലും അവിടെ എത്തുന്നുണ്ടെങ്കിൽ ആ മരണകാലത്ത് നമുക്ക് എന്താണ് മോക്ഷം കിട്ടുക. അതാണ് അമ്മമാരെല്ലാം കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുഞ്ഞുനാളിൽ പലതുമൊക്കെ അവർ ചെയ്തിട്ടുണ്ടാവും. അവർക്ക് തന്നെ അറിയാം. എന്നിട്ട് അവർ നാരായണ 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 ഇങ്ങനെ എന്താണ് 24 മണിക്കൂറും പ്രായം ആയി കഴിയുമ്പോൾ ഒരു കാലും കൈയും തടവി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ഈ വിളിക്ക് അത്രത്തോളം എന്താണ് ഗുണമുണ്ടെന്നാണ് ഇവിടെ ആചാര്യൻ പറയുന്നത്. അതായത് പ്രായച്ചിത്തത്തിന് കൊണ്ട് പറ്റില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മം എന്നാണ്. കർമ്മം ശരിയാണെങ്കിൽ ആ കർമ്മത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ഗുണം കൊണ്ട് നമുക്ക് നമ്മുടെ പഴയ ഭഗവാന്റെ സമീപത്ത് എത്താനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടാകുമെന്നാണ് ആര് പറയുന്നത്? ആചാര്യൻ നമ്മുടെ പറയുന്നത്. അന്ത്യവേളയിൽ നാമസ്മരിച്ച അജാമിളനെ വിഷ്ണുദൂതന്മാർ യമഭാടന്മാരിൽ നിന്ന് മോചിപ്പിച്ചു. അജാമിളന്റെ ആദ്യകാല ജീവിതം പരിശുദ്ധമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഈശ്വര ആരാധന പൂർണ്ണമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. നല്ലൊരു മനുഷ്യനായിരുന്നു. ജീവിതത്തിന്റെ മധ്യഘട്ടത്തിലാണ് എന്തായി ദാസീപതിയായ അജാമിളൻ അവതപ്പതിച്ചത്. അപ്പൊ എന്താണ്, എല്ലാ മനുഷ്യർക്കും കർമ്മങ്ങൾ എന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളുണ്ട്. ഇതാണ് കർമ്മം എന്ന് പറയുന്നത്. അവനവന്റെ കർമ്മം. ആ കർമ്മത്തിലും നമ്മൾ ഭഗവത് പാദത്തില് നമ്മൾ സ്മരിച്ചിട്ടുള്ളവരാണെങ്കിൽ, നമ്മൾ പൂജിച്ചിട്ടുള്ളവരാണെങ്കിൽ, നമ്മൾ ആരാധിച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മെ ഭഗവാൻ കൈവിടില്ല എന്നാണ് ഈ അജാമിളന്റെ കഥയിലൂടെ നമ്മെ അറിയിച്ചു തരുന്നത്. അതായത് പൂർവ്വ സംസ്കാരം തങ്ങിക്കിടന്നതാവാം നാമസ്മരണത്തിനും മോചനത്തിനും ഇടയാക്കിയത്. എന്തായാലും ഭഗവത് ഭജനത്തിൽ ഏർപ്പെട്ട ഭക്തനായ ഒരു പാണ്ഡ്യരാജാവിനെ അടുത്ത് പരീക്ഷിക്കുന്നുണ്ട് ഭഗവാൻ. അപ്പൊ ഇവിടെ അജാമിളനെ പരീക്ഷിച്ച് മനസ്സിലായല്ലോ. അപ്പൊ എത്ര ഇപ്പൊ കുറച്ചു കാലം നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കർമ്മങ്ങളുടെ ഫലം കൊണ്ട് അവസാന സമയത്ത് ഏതെങ്കിലും ഒരു പേരിലോ നാമത്തിലോ എങ്ങനെയെങ്കിലും നമ്മൾ വിളിക്കപ്പെടുകയും ആ സമയത്ത് നമ്മളെ കാലദൂതന്മാർ വന്ന് ആക്രമിച്ച് പാശത്തെ ബന്ധിക്കാതെ യമദൂതന്മാർ വന്ന് തന്നെ വിഷ്ണുദൂതന്മാർ വന്ന് നമ്മളെ കൊണ്ടുപോകും. അപ്പൊ അവിടെ ആ വിഷ്ണുദൂതന്മാരെ ആചാര്യനായ തുഞ്ചത്ത് എഴുത്തച്ഛൻ ആചാര്യൻ പറയുന്നത് അത് വിഷ്ണുദൂതന്മാർ വിഷ്ണു തന്നെയാണെന്ന് സ്മരിച്ചുകൊണ്ട് ഞാൻ ഭഗവാനോട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു ഭഗവാനെ എന്ന് അന്ത്യകാലത്തിൽ എന്താണ് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഈശ്വര നാരായണ എന്നുള്ള ഒരു ഭജന മന്ത്രം നമ്മളിൽ എപ്പോഴും ഉണ്ടാവണേ. അത് നമ്മളെ എന്താവും, കാലന്റെ പാശത്തിൽ നിന്ന് നമ്മളെ കരകയറ്റി ഭഗവത് മോക്ഷത്തിലേക്ക് നമ്മളെ അനുഗമിക്കും എന്നാണ് ഇവിടെ നമ്മുടെ എഴുത്തച്ഛൻ നമ്മുടെ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. എന്താണ്, അപ്പാശവും വടിയുമായി കൊണ്ട് അജാമിളനെ മുപ്പാടു ചെന്ന് കയറിട്ടൊരു കിങ്കരരെ മുൽപ്പുക്കു ചെന്നത് തടുത്തോരു നാൽവരെയും ഇപ്പോഴെ നവമി ഹരി നാരായണായ. അതായത് അപ്പാശവും പാശവും വടിയും ഒക്കെ ആയിട്ട് ചെന്ന് അജാമിളനെ മരണകാലത്ത് അദ്ദേഹത്തെ പാശത്താൽ ബന്ധിക്കാൻ ചെന്നപ്പോൾ എന്തായി, നാരായണ നാമത്തിന്റെ ഗുണം കൊണ്ട്, അതായത് അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ നാരായണ എന്നെങ്കിൽ ഇട്ടതിന്റെ അതൊരു അനുഗ്രഹമാണ്. പൂർവ്വജന്മം സ്മരണ കൊണ്ടാണ് ആ നാരായണ എന്നൊരു പേര് തന്നെ അങ്ങർക്ക് ഇടാൻ തോന്നിയത്. ആ പേര് തന്നെ വിളിക്കാൻ ഭഗവാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതെന്നും പറയുന്നു. അതിന്റെ പരിണിത ഫലമായിട്ട് വിഷ്ണുദൂതന്മാരാണ് വന്ന് അജാമിളനെ എന്ത് ചെയ്യുന്നു, അജാമിളനെ പാശത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. അവസാനം പൂർവ്വസ്മരണ ഓർത്തിട്ട്
അജാമിളൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം പ്രായച്ചിത്തം ചെയ്തിട്ട് അജാമിളൻ എന്ത് ചെയ്യുന്നു? തപസ് ചെയ്ത് ശരിയായ രീതിയിൽ, ഞാൻ പറയുന്നില്ല ജീവന്റെ മോക്ഷം എന്നുള്ളത് ഇഷ്ടത്താലെ നമ്മൾ പരബ്രഹ്മത്തിലേക്ക് ലയിക്കാനുള്ള ആ തത്വം പഠിക്കാൻ ആ അജാമിളന് സാധിച്ചു. യമദൂതന്മാരെ ഒന്ന് മാറ്റിക്കൊടുത്തപ്പോൾ പണ്ട് ചെയ്ത പൂജയുടെ ഈശ്വരാരാധനയുടെ പുണ്യം കൊണ്ട് ആ അജാമിളൻ എന്തായി? തപസ് ചെയ്ത് സ്വന്തം ജീവനെ പരബ്രഹ്മത്തിലേക്ക് ലയിക്കുകയും ചെയ്തു. അങ്ങനെ ആ അജാമിളന് എന്തായി? മോക്ഷം കിട്ടി എന്നാണ് ഈ 4 വരികളിലൂടെ. അങ്ങനെയുള്ള ആ ഭഗവാനെ ഞാൻ സദാ സ്മരിക്കുന്നു, വന്ദിക്കുന്നു എന്നാണ് ഇവിടെ ആചാര്യൻ പറയുന്നത്. നമുക്കും അതുപോലെ ഈ ചെയ്തിരിക്കുന്ന പുണ്യങ്ങള് എപ്പോഴെങ്കിലും നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ അതിൽ അതപ്പതിക്കരുത്. നമ്മൾ മുമ്പോട്ട് തന്നെ നമുക്ക് ഭഗവാനിൽ തന്നെ യമഭടന്മാരെ നമ്മളെ അടുത്ത് വരാതിരിക്കട്ടെ, നമ്മുടെ മുമ്പിൽ എത്താതിരിക്കട്ടെ. നമുക്ക് ഭഗവാന്റെ തന്നെ ആ അനുഗ്രഹം, ആ ഭാഗ്യവും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണേ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു, ഈ സത്സംഗം നിർത്തുന്നു. ഇനി അടുത്ത ശ്ലോകവുമായി ഞാൻ അടുത്ത ആഴ്ച വരുന്നതാണ്. ഞാൻ 21-ാം തീയതി ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകാൻ ഒരു അവസരം വന്നിരിക്കുന്നു. ഭഗവാന്റെ കടാക്ഷം കൊണ്ടെന്ന് കരുതുന്നു. അതിനെല്ലാം ഭംഗിയായി എനിക്ക് യാത്ര ചെയ്ത് ഭഗവാനെ കാണാനും തൊഴാനും ഒക്കെയുള്ള ഭാഗ്യം ഭഗവാൻ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്രയ്ക്കും ഭയങ്കരമായിട്ട് ഞാൻ ഭഗവാനെ ആരാധിക്കുന്ന ഒരാളാണ്. എനിക്ക് ഭഗവാൻ ഇല്ലാതെ വേറെ ഒരു വഴിയിലായാലും സംസാരിക്കുന്നു, കഥ പറയുന്നു, ചിരിക്കുന്നെങ്കിലും ഭഗവാൻ തന്നെയാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും അന്തിമ ലക്ഷ്യം. അങ്ങനെയുള്ള എനിക്ക് ഭഗവാനെ പോയി തൊഴാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ, എൻ്റെ ഇത് കേൾക്കുന്നവർക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കും. എല്ലാവരോടും ഞാൻ ഈ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ്. ഈ 21-ാം ഇപ്പൊ വെള്ളിയാഴ്ച ഞാൻ പോയിട്ട് പിറ്റേ ദിവസം വരും. അപ്പൊ അതിനെല്ലാവരുടെ പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടാവണം. ഗുരുവായൂരപ്പൻ നമ്മളെ എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. രാധേ രാധേ ശ്യാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശനം ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. അപ്പാശവും വടിയും ആയിക്കൊണ്ട ജാമിളനെ മുപ്പാടു ചെന്നു കയറിട്ടോരു കിങ്കരരെ മുൽപൂക്കു ചെന്നത തടുത്തോരു നാൽവരെയോ ഇപ്പോഴെ നോമീ ഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ.